നമ്മളിന്ന് ലാർജ് ഇൻഡസ്ട്രീനെ കുറിച്ചാണ് നമ്മൾ ഇതായിരിക്കുന്നത്. ഇപ്പോൾ ആർക്കും കഴിഞ്ഞ പ്രാവശ്യം സംശയങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മൾ ഇനി ലാർജ് ഇൻഡസ്ട്രീനെ കുറിച്ചാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ആഴ്ച നോക്കേണ്ടത്. ഈ ലാർജ് ഇൻഡസ്ട്രി പറയുന്ന സമയത്ത് പൊതുവേ നമുക്കൊരു ധാരണ എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു നോർമൽ ആയിട്ടുള്ള ഒരു ഓർഗനാണ്, വേസ്റ്റ് സഞ്ചരിക്കുന്ന ഒരു വഴി. അങ്ങനെയാണ് നമ്മളെ കൺസിഡറേഷൻ അല്ലേ? മോഡേൺ മെഡിസിൻ പറയുന്നത് ഇങ്ങനെ നമ്മൾ ഡൈജഷൻ ട്രാക്കിൽ കഴിഞ്ഞ് വരുന്ന ഫുഡിൻ്റെ കൂടെയുള്ള ചില വിറ്റാമിൻസ്, അതേമാതിരി തന്നെ എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ വലിച്ചെടുക്കും. ബാക്കിയുള്ള മറ്റേ എന്താ പറയുക, മറ്റേ എക്സ്ക്രിയേറ്റ് ചെയ്യേണ്ട ടോക്സിക്കിനെ പുറന്തള്ളുന്ന ഒരു സാധാരണ പ്രക്രിയ മാത്രമാണ് ലാർജ് ഇൻഡസ്ട്രീനെ കൺസിഡർ ചെയ്യാറുള്ളത്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് നമ്മളുടെ ലാർജ് ഇൻഡസ്ട്രീൻ എന്ന് പറയുന്നത്. എൻ്റെ ഗുരുക്കന്മാരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഇമ്മ്യൂണിറ്റി പവർ ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ വിചാരിക്കും പല ഭാഗങ്ങളാണ് വിചാരിക്കുക. പക്ഷേ ഈ ഇമ്മ്യൂണിറ്റി പവർ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിനകത്തുള്ള ബൗൾ ഫ്ലോറ വൈറസസിൻ്റെ എത്ര കോളനി ഉണ്ട്. കോളനി പറഞ്ഞാൽ കുറേ ലക്ഷക്കണക്കിന് മറ്റേ ബൗൾ ഫ്ലോറ വൈറസസ് കൂടി ചേരുമ്പോഴാണ് ഒരു കോളനി ഉണ്ടാകുന്നത്. അപ്പോൾ എത്ര കോളനികളുണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മളുടെ ഇമ്മ്യൂണിറ്റി പവർ ഉള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പറയുന്നത് ഇപ്പോൾ നമുക്ക് വിശ്വസിക്കണമെങ്കിൽ വെറുതെ പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കത്തില്ല. നിങ്ങൾ ബൗൾ ഫ്ലോറ വൈറസസ് ഒക്കെ സെലക്ട് ചെയ്ത് നോക്കുക, എന്നിട്ട് ഡിസൈഡ് ചെയ്യുക. അതിനെ കൂടാതെ നമ്മളിപ്പോൾ ആയുർവേദത്തിലാണെങ്കിൽ തന്നെ നമ്മളുടെ ഏത് രോഗത്തിനും മൂലമായ കാരണം കോൺസ്റ്റിപ്പേഷൻ ആണെന്ന് പറയാം അല്ല ഡെറിന മാം? അങ്ങനെയല്ലേ? അതെ, നമ്മള് ഈ ദഹനത്തിന് ശോധന തന്നെയാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. ശോധനയാണ്. ഏതൊരു രോഗത്തിന്റെയും ഇൻഡിക്കേഷൻ ശോധന എന്നാണ് തുടങ്ങുന്നത് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ശോധനയ്ക്ക് ഇത്ര പ്രത്യേകത? അതൊരു മോഷൻ അതൊരു വേസ്റ്റ് ആണ് അല്ലേ? നമ്മുടെ വീട്ടിൽ ഡസ്റ്റ്ബിന്നിൽ ഇട്ട് വെച്ചിരിക്കുന്ന മാതിരി അവിടെ ഇട്ട് വെച്ചിരിക്കണമെന്നേ ഉള്ളൂ. പക്ഷെ അത് നമുക്ക് ദിവസം എക്സ്ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ രോഗകാരണമാകുന്ന പറയണത്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബബിൾ ഫ്ലോറ വൈറസസ് നമ്മളുടെ ശരീരത്തിനകത്ത് സ്ഥിതി ചെയ്യുന്നത് ആക്ച്വലി നമ്മുടെ കോളനിലാണ്, അല്ലെങ്കിൽ ലാർജ് ഇൻഡസ്ട്രീനിലാണ്. ഈ ലാർജ് ഇൻഡസ്ട്രീനിൽ ഈ സാധനം ഇരിക്കുന്നത് ഓൺലി ഇമ്മ്യൂണിറ്റി പവറിൻ്റെ മാത്രം ഇമ്പോർട്ടൻസ് അല്ല, മറിച്ച് നമ്മുടെ ശരീരങ്ങളിലെ എല്ലാ ഓർഗൻസും വന്നിട്ട് ഏതെങ്കിലും ഒരു പ്രതലത്തിൽ നട്ടും ബോൾട്ട് ഇട്ടിട്ടൊന്നും ടൈറ്റാക്കി വെച്ചിട്ടില്ല. ഇറ്റ് സ്റ്റേസ് എന്താ പറയുക, അതൊരു പ്രത്യേക രീതിയിൽ അത് ആ സ്ഥലത്ത്. ഇപ്പം നിങ്ങൾ തന്നെ ആലോചിക്കുക, നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ വയറ് ഓക്കെ വളരെ വലുതായിട്ടുണ്ടെങ്കിലും അത് കറക്റ്റായിട്ട് ഒക്കുപ്പൈഡ് ആണ് ഈ ഇൻഡസ്ട്രീനും കോളനും ഒക്കെ. അതേമാതിരി തന്നെ നിങ്ങൾ എക്സസൈസോ ഡയറ്റോ ഒക്കെ എടുത്തിട്ട് നിങ്ങൾ എന്താ പറയുക ഐഡിയൽ ആകുന്ന സമയത്തും ഇത് കംഫർട്ടബിൾ ആണ്. ഒരു സ്ത്രീ കൺസീവ് ആകുന്ന സമയത്ത് ആ കുഞ്ഞ് വളരുന്നതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം മാറി അവിടെ ആ കുഞ്ഞ് വരുന്നു. ആ കുഞ്ഞ് ഡെലിവറി ആയ ശേഷം ഈ സാധനങ്ങളൊക്കെ തന്നെ ആ സ്ഥലത്തേക്ക് വീണ്ടും വന്ന് ഓക്കുപ്പൈ ചെയ്യുന്നുണ്ട്. സോ ഇതെല്ലാം വന്നിട്ട് പ്രോപ്പറായിട്ട് നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബൗൾ ഫ്ലോറ വൈറസസിൻ്റെ കാരണമാണെന്നാണ് പറയുന്നത്. സോ ഇറ്റ് സപ്പോർട്ട്സ് ഫോർ യുവർ എൻറ്റയർ മറ്റേ എന്താ പറയുക, നമ്മൾ വിചാരിക്കുന്ന ഇമ്മ്യൂണിറ്റീന് മാത്രമായിട്ടല്ല, തിരിച്ച് നിങ്ങളുടെ ശരീരത്തിനകത്ത് പ്രോപ്പറായിട്ട് സാധനങ്ങൾ ഇരിക്കാൻ എർത്ത് എന്ന എലമെൻറ്റിൻ്റെ ഒപ്പം തന്നെ ഈ മറ്റേ മെറ്റലും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മെറ്റലും എർത്തും കൂടി ചേർന്നിട്ടാണ് ഈ സാധനങ്ങളൊക്കെ തന്നെ പ്രോപ്പറായിട്ട് അതാത് സ്ഥലത്ത് ഇരുത്തേണ്ട രീതിയിൽ ഇരുത്തുന്നത്. സോ ഈ സ്ഥലം എന്തുണ്ടാവരുത്, ഈ ബൗൾ ഫ്ലോറ വൈറസസിന് കറക്റ്റായിട്ട് വരാനും പോകാനും ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ നമ്മളൊരു പോലീസ് ഒരു പ്രശ്നം നടക്കുകയാണ്. ഈ പ്രശ്നം നടക്കുന്നതിൻ്റെ ഇടയിൽ നോർമലായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരാളുകൾ വന്നിട്ട് കവർ ചെയ്ത് പോവുകയാണെങ്കിൽ അപ്പുറത്ത് നടക്കുന്ന പ്രശ്നങ്ങളെ നമുക്ക് കാണാൻ പറ്റുമോ? ഇപ്പം നിങ്ങൾ റോഡിലൂടെ നടന്നു പോകുന്നു, അപ്പുറത്ത് റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അവിടെ എന്തോ ഒരു പ്രശ്നം നടക്കുകയാണ്. ആ സമയത്ത് വലിയൊരു ട്രക്കോ അല്ലെങ്കിൽ കണ്ടെയ്നർ ലോറിയോ വന്ന് ഇടയിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പുറത്തുള്ള വിസിബിലിറ്റി നിങ്ങൾക്ക് കിട്ടുമോ? ഇല്ല. അതേപോലെ തന്നെ നമുക്ക് ഈ സാധനങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ഈ സിഗ്നൽ പോകുന്നതും വരുന്നതൊക്കെ പ്രോപ്പറായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കോളനിൽ ടോക്സിക് എലമെന്റ്സ് ഒരുപാട് ദിവസം നിൽക്കരുത്.
പണ്ട് ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ വന്നിട്ട് എല്ലാ 3 മാസം കൂടുന്ന സമയത്ത് കുട്ടികളുടെ തന്നെ എല്ലാവരുടെയും വലിയവരുടെ വരെ വയറ് വന്നിട്ട് ഒന്ന് ഏതെങ്കിലും ഒരു കടുക്കമോരോ അതല്ലെങ്കിൽ ലോക്കലായി കിട്ടുന്ന പല സാധനങ്ങൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ കൊട്ടെണ്ണ കൊണ്ടോ അല്ലെങ്കിൽ ബാലസുധ എന്ന് പറയുന്ന സാധനങ്ങൾ കൊണ്ടോ വയറിളക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ. ഒരു 3 മാസം 4 മാസം കൂടുമ്പോൾ വയറൊന്ന് ഇളക്കി. എന്താണ് അതിന്റെ പ്രധാന ഉദ്ദേശം ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയെ ക്ലീൻ ചെയ്യാൻ തന്നെയാണ് അവരത് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പൊ ആയുർവേദത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിഞ്ഞ് പണ്ട് ഒരു 10 കൊല്ലം മുമ്പ് വരെയൊക്കെ ആയുർവേദ ഹോസ്പിറ്റലുകളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അവർ വന്നിട്ട് നമുക്ക് വയറിളക്കാനാണ് അറിയുക. വയറിളക്കിയ ശേഷം മാത്രമാണ് ശരിക്കും നമ്മളുടെ ഡയഗ്നോസ് തുടങ്ങത്തുള്ളൂ. അതേപോലെ തന്നെ സിദ്ധയിൽ പോയി കഴിഞ്ഞാലും പണ്ടൊക്കെ സിദ്ധ വൈദ്യത്തിൽ പോയാലും നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ആദ്യം അവർ വയറിളക്കാനുള്ള മരുന്ന് തരും. വയറിളക്കിയ ശേഷം വന്ന ശേഷമാണ് നമ്മൾ തിരിച്ചവർ കൺസൾട്ട് ചെയ്യാം. എനിക്കറിഞ്ഞ ആയുർവേദവും സിദ്ധയിലും അങ്ങനെയായിരുന്നു പണ്ടൊക്കെ. ഇന്ന് എനിക്കറിയില്ല. ഇന്ന് പലപ്പോഴും ആയുർവേദത്തിൽ പോയി കഴിഞ്ഞാലും വയറിളക്കാനൊന്നും അങ്ങനെ പറയാറുന്നത് വളരെ റെയർ ആയിട്ടാണ്. പ്രത്യേകിച്ച് ഇൻ പേഷ്യൻസിന് എടുക്കുന്നവിടങ്ങളിൽ മാത്രമാണ് ഞാനത് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നമ്മുടെ ശരീരത്തിൻ്റെ പ്രഥമ പ്രക്രിയ എന്ന് പറയുന്നത് നമ്മളുടെ മറ്റേ കോളൻ ക്ലീൻ ആയിരിക്കണം. എന്തുകൊണ്ടാണ് കോളൻ ക്ലീൻ ആയിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറും നമ്മുടെ സ്ട്രക്ചറൽ ഫോർമേഷനും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ബൗൾ ഫ്ലോറ വൈറസസ് അവിടെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോഴും അത് ക്ലീൻ ആയിരിക്കണം. അങ്ങനെ അവിടെ മലം മടഞ്ഞ് മറ്റേ ഹാർഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൗൾ ഫ്ലോറ വൈറസസിനും ചില പരിമിതികൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അതിന് പറ്റത്തില്ല. ഓക്കെ, ജസ്റ്റ് ഒരു സാധാരണ ആളുകൾക്ക് മനസ്സിലാകാനുള്ള രീതിയിൽ പറഞ്ഞു എന്ന് മാത്രം. ടെക്നിക്കലി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ കൺസിഡർ ചെയ്യാനുണ്ട്. സോ കോളൻ്റെ ഹെൽത്ത് എന്ന് പറയുന്നത് അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആയുർവേദത്തിലാണെങ്കിലും ശരി, സിദ്ധയിലാണെങ്കിലും ശരി, TCMലാണെങ്കിലും ശരി. സോ അതുകൊണ്ട് തന്നെ ടോക്സിക് എലിമിനേഷൻ വന്നിട്ട് റെഗുലറായിട്ട് ദിവസം പ്രോപ്പറായിട്ട് നടന്നിരിക്കണം. അത് പ്രത്യേകിച്ച് വന്നിട്ട് നമുക്ക് ഒരു ചായ കുടിച്ചാലേ മോഷൻ പോകുള്ളൂ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മറ്റേ ത്രിഫല കഴിച്ചാലേ മോഷൻ പോകുള്ളൂ, അതുകൊണ്ട് ഞാൻ ദിവസം ത്രിഫല കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാലും അത് ക്ലീൻ ആവുന്നുണ്ടെന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ നിങ്ങളുടെ ശരീരത്തിനകത്ത് എന്തോ ഒരു ഇംബാലൻസ് സ്റ്റിൽ ദർ ഈസ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ നമുക്ക് ലാർജ് ഇൻഡസ്ട്രിയിലേക്ക് വരാം. ലാർജ് ഇൻഡസ്ട്രി എന്നുള്ളത് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ? ലാർജ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് മെറ്റൽ എലമെന്റ് തന്നെ പാർട്ടാണ്, പെയർഡ് ഓർഗൻ ആണ് ലങ്ങും ലാർജ് ഇൻഡസ്ട്രിയനും. ഇതിന്റെ പൊളാരിറ്റി എന്ന് പറയുന്നത് യാങ് ഓർഗനാണ്. ലാർജ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് യാങ് ആണ്. കാരണം നമുക്ക് ലങ്ങിനെയും ലാർജ് ഇൻഡസ്ട്രിയും കമ്പയർ ചെയ്യുന്ന സമയത്ത് ലങ് ആണ് ഹോളോ ഓർഗൻസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് യാങ്ങിലാണ് ഉള്ളത്. ഇതിന്റെ ഓഫീസ് എന്ന് പറയുന്ന എക്സ്റ്റേണൽ റെപ്രസെന്റ് ചെയ്യുന്ന ഓർഗൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോസാണ്. അതേമാതിരി ഇതിന്റെ പെയർഡ് ഓർഗൻ നമ്മൾ ആൾറെഡി പറഞ്ഞു, ലങ്ങാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ലങ്ങിന്റെ മെറീഡിയനും അതിന്റെ പോയിന്റ്സും നോക്കിയിട്ടുണ്ടായിരുന്നു. അതേമാതിരി തന്നെ മെറ്റൽ എലമെന്റിന്റെ കളർ എന്ന് പറയുന്നത് വൈറ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിന്റെ ടിഷ്യൂസ് നമ്മൾ ആൾറെഡി നോക്കി, സ്കിൻ ആൻഡ് ബോഡി ഹെയർ ആണ്. മൊത്തം ലാർജ് ഇൻഡസ്ട്രിയിൽ 20 പോയിന്റ് ആണ് ഉള്ളത്. ഇതിന്റെ പീക്ക് ടൈം എന്ന് പറയുന്നത് ലങ് കഴിഞ്ഞിട്ടുള്ള സമയമാണ് 5 AM to 7 AM. ഈ 5 AM to 7 AM ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ മറ്റേ ശോധന നടന്നിരിക്കണം. അതേമാതിരി തന്നെ ഇതിന്റെ സീസൺ നമുക്കറിയാം ഓട്ടം തന്നെയാണ്. ക്ലൈമറ്റ് ഡ്രൈനെസ് ആണ്. എമോഷൻസ് എന്നുള്ളത് പറയുന്നത് സങ്കടങ്ങളാണ്. അതേമാതിരി തന്നെ ടേസ്റ്റ് എന്ന് പറയുന്നത് പുഞ്ചന്റ് എന്ന് പറയും. അതായത് നമ്മുടെ വിനിഗർ അല്ലെങ്കിൽ ഒണിയനൊക്കെ എടുത്തു വെക്കുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന അരൂക്ഷമായ ഗന്ധം എന്നുള്ള ഇതിനകത്ത്. അതേമാതിരി തന്നെ ലാർജ് ഇൻഡസ്ട്രിയൻ അല്ലെങ്കിൽ മെറ്റലിന്റെ എലമെന്റ് വീക്ക് ആയിട്ടുള്ളവരിൽ കരച്ചിലാണ് പെട്ടെന്ന് വരിക. അവർക്ക് എന്തുണ്ടെങ്കിലും പെട്ടെന്ന് കരയാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. കൾട്ടിവേഷൻ എന്നുള്ളത് റീപ്പിംഗ് ടൈമാണ്. ഇത് നമ്മൾക്ക് വലിയ ഇത് കണക്കാക്കാൻ നിൽക്കേണ്ട, കാരണം ഇത് ചൈനീസ് ഇതായിട്ട് വെക്കുന്നുണ്ട്. അവിടുത്തെ ക്ലൈമറ്റ് ശരത്കാലം എന്ന് പറയുന്നത് കൊയ്ത്ത് കാലമാണ്, അതുകൊണ്ടാണ് അത് അവിടെ ഇരുന്നത്. ഇതിന്റെ ഫ്ലോ എന്ന് പറയുന്നത് ലങ്ങിന്റെ വന്നിട്ട് ചെസ്റ്റിൽ നിന്ന് ഹാൻഡിലേക്കായിരുന്നു. പക്ഷെ ലാർജ് ഇൻഡസ്ട്രിയന്റെ ഞാനത് മാറ്റാൻ വിട്ടുപോയതാണ്. അത് ആക്ച്വലി വന്നിട്ട് ഹാൻഡിൽ നിന്നും എവിടേക്കാണ്? ഹെഡിലേക്കാണ്, ഫേസിലേക്കാണ്. അത് ഞാൻ ഇട്ടിരിക്കുന്നത് തെറ്റാണ്, അത് മാറ്റാൻ മറന്നുപോയതാണ്. ഓക്കെ, ഫ്ലോ എന്ന് പറയുന്നത് കൈകളിൽ നിന്നും ഫേസിലേക്കാണ് ഇതിന്റെ മൂവ്മെന്റ്. ഓക്കെ, അപ്പോൾ ടോക്സിക് റിമൂവലിന് വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. ഓക്കെ,
എമോഷൻസുമായിട്ട് ഇത് കണക്ട് ചെയ്യുന്നു. സ്കിന്നിൽ ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, ലാർജ് ഇൻറ്റസ്റ്റൈനിൽ സ്റ്റാഗ്നേഷൻ ഉണ്ടെങ്കിലാണ് അതിനെ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുക. ആ സ്റ്റാഗ്നേഷൻ ഓഫ് ചീ ആവാം, അല്ലെങ്കിൽ ബ്ലഡ് ആവാം, ഏത് വേണമെങ്കിലും ആവാം, എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. അതേമാതിരി തന്നെ ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്. ഓക്കെ, അതായത് ലങ്ങിൽ നമ്മൾ പറയാറുണ്ട്, അതായത് ലങ്ങിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിലും ചിലവർക്ക് ലോങ് ബ്രീത്ത് അല്ലെങ്കിൽ എടുക്കേണ്ടി വരും. അതായത് ഇടയ്ക്കിടയ്ക്ക് ദീർഘശ്വാസം എടുക്കേണ്ട ഒരു സ്ഥിതി. അത് ലാർജ് ഇൻറ്റസ്റ്റൈനിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിലും അത് ലങ്ങിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ചിലവർ ഇപ്പോൾ പറഞ്ഞു ബ്രീത്തിങ് ഇതിന് ശേഷം ആയിട്ടുണ്ട് എന്നുള്ളത്. ബ്രീത്തിങ് വന്നിട്ട് നിറയെ ആസ്പെക്ട്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഹാർട്ടുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, എർത്തുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് ഈ ബ്രീത്തിങ് എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ എടുക്കുക, എന്നിട്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അപ്പം നിങ്ങളുടെ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ചോദ്യങ്ങളാണോ ചോദിച്ചത് ആ ചോദ്യങ്ങൾ ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതേമാതിരി നിങ്ങൾ ചോദിക്കണം. അവരുടെ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടാവാം. ഐദർ ഇറ്റ് മേ ബി ഫ്രം ഹെറിഡിറ്ററി ഓർ ബൈ ദ ലൈഫ് സ്റ്റൈൽ. ഈ ലൈഫ് സ്റ്റൈലും മറ്റുമൊക്കെ പറഞ്ഞത് നിങ്ങൾ ഇന്ന് അല്ലെങ്കിൽ 1 മാസം 2 മാസമായിട്ട് നിങ്ങൾ അടുക്കും ചിട്ടയായിട്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഇറ്റ് ഈസ് എ ലോങ് ടേം പ്രോസസ്സാണ്. അപ്പം നേരത്തെ നിങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റുകളുടെ ആയിട്ടുള്ള ശിക്ഷ നമ്മൾ തന്നെ അനുഭവിക്കാൻ യോഗമുള്ളവരാണ്. ഇപ്പോൾ ഒരാൾ ഒരുപാട് കാലം സ്മോക്ക് ചെയ്തു, എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുന്ന അതുവരെ അയാൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷേ സ്മോക്കിംഗ് നിർത്തി 1 മാസം ആകുമ്പോഴേക്കും അദ്ദേഹത്തിന് ചുമയുടെ ബുദ്ധിമുട്ടുകൾ തുടങ്ങും, കഫം പുറത്തേക്ക് വരാൻ തുടങ്ങും. എന്താ സംഭവം? അതായത് ശരീരം, ഒരാൾ സ്മോക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ചുമയും മറ്റുമൊക്കെ വരും. പക്ഷെ അതിനെ ഓവർകം ചെയ്തിട്ട് അവർ പിന്നെയും സ്മോക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ ശരീരം വന്നിട്ട് ഇയാൾ ടോക്സിൻ എലിമിനേഷൻ അവിടെ സ്റ്റോപ്പ് ആവും. എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ടോക്സിൻ നമ്മുടെ ശരീരത്തിനകത്ത് പുറത്ത് കളയെന്ന് പറയുന്നത് നിറയെ എനർജീനെ റീസ്റ്റോർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ അപ്പോൾ ബോഡി എന്ത് ചോദിച്ചാൽ ഇയാളത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ബോഡിയിൽ അക്യുമുലേഷൻ ഉണ്ടാവും ഇത് എവിടെയെങ്കിലുമൊക്കെ. എപ്പോഴെങ്കിലും നിങ്ങൾ നിർത്തി ഫർദറായിട്ട് ടോക്സിൻ വരുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ആളുടെ ഈ ശരീരം ഇവിടെയുള്ള സ്റ്റോർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ശരീരത്തിനകത്തുള്ള ഈ ടോക്സിക് എലമെന്റിനെയൊക്കെ കളയാൻ ശ്രമിക്കും. എക്സാമ്പിൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ വീട്ടിൽ വെക്കേഷനായി ഒരു അച്ഛനും അമ്മയും പ്രായമുള്ളവരാണ് അവിടെ ഉള്ളത്. മറ്റേ 2-3 പേരക്കുട്ടികളോ ആരെങ്കിലുമൊക്കെ വീട്ടിലേക്ക് വെക്കേഷന് കൊണ്ടാക്കിയിട്ട് അച്ഛനമ്മമാർ ജോലിക്ക് പോകുന്നു. അപ്പോൾ ഈ കുട്ടികളൊക്കെ വന്നിട്ട് കളിക്കുകയാണ്. കളിക്കുന്ന സമയത്ത് വെളിയിലേക്ക് ഓടുന്നു, അകത്തേക്ക് വരുന്നു. അതല്ലെങ്കിൽ മറ്റേ പൂവുകളും അല്ലെങ്കിൽ ഇലകളും ഒക്കെ കൊണ്ടുവന്നിട്ട് ഓടിച്ചാടി കളിക്കുന്നു. വാത്സല്യത്തോടെയാണ് അമ്മൂമ്മമാരും അല്ലെങ്കിൽ മുത്തശ്ശന്മാരും അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ ആ കുട്ടികളെ നോക്കുന്നതെങ്കിൽ വെറുതെ ഇതിനൊന്നും ചീത്ത പറയുന്നില്ല. അവർ കളിക്കേണ്ട പ്രായത്തിൽ കളിക്കുകയാണെന്നുള്ള രീതിയിൽ ആ സമയത്ത് അടിച്ചു വാരാൻ നിൽക്കുമോ? ഒരു പ്രാവശ്യം ചെയ്യുന്നു, പിന്നെയും കുട്ടികൾ അതേ തന്നെ മണ്ണും കൊണ്ട് നടുന്നു, മറ്റേ പൂക്കളും ഇലകളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ അവർ പറയും ശരി, കുട്ടികൾ ഉറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യുന്ന സമയത്തോ അടിച്ചു വാരാം എന്ന് പറയും. ഇല്ലേ? അതല്ലേ നോർമലി ചെയ്യാം? അതല്ലേ അതിൻ്റെതായ ശരിയായ വഴി? അതെ. അപ്പൊ അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ശരീരം എപ്പോഴും വന്നിട്ട് നിങ്ങൾ ഇപ്പൊ സിനിമകളൊക്കെ കാണുന്ന സമയത്തെ ആദ്യം കള്ളനെ കാണിക്കും, കുറേ കള്ളത്തരം കാണിക്കും. അത് ഹീറോ ആവാം അല്ലെങ്കിൽ വില്ലൻ ആവാം, ആരോ ആയിക്കോട്ടെ. ഹീറോ ആണ് ഒട്ടുമിക്കപ്പോഴും അങ്ങനെ കാണിക്കാം. ആദ്യം അയാളൊരു നെഗറ്റീവ് ആസ്പെക്ട്സിലായിരിക്കും. ആ സമയത്തൊന്നും അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, അവർ കംഫർട്ടബിൾ ആയിരിക്കും. എന്നാണോ അവർ നല്ലവരാകുന്നത് അതിനുശേഷം അവർക്കൊരു ഇഷ്യൂസ് കൂടുതലായിരിക്കും. സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടോ? സീരിയലൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും, അല്ലേ? ശരിയല്ലേ? ആരെങ്കിലും ഉണ്ടാ? അപ്പൊ അതേ തന്നെയാണ് പ്രകൃതിയിൽ എന്താണോ നടക്കുന്നത് അത് തന്നെയാണ് നമ്മളുടെ ശരീരത്തിനകത്ത് നടക്കുക. അപ്പോൾ നമ്മൾ ഇപ്പൊ ഞാൻ 1 മാസമായി 2 മാസമായി ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത്, ഞാൻ നടക്കുന്നുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഒരു നോൺ വെജ് കഴിക്കുന്നില്ല അല്ലെങ്കിൽ വെജിറ്റബിൾസ് തന്നെ ചവച്ചരച്ച് കഴിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1 മാസം 2 മാസം 1 കൊല്ലം മുമ്പ് വരെ നിങ്ങൾ എന്തൊക്കെ ചെയ്തോ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നിങ്ങളിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനും കൂടെ ചേർന്നിട്ട് നിങ്ങൾ ചെയ്യണം. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളുടെ ഇന്നത്തെ സിറ്റുവേഷൻസിൽ പല ക്ലയന്റും വരുമ്പോൾ, സർ ഞാൻ 3 മാസമായി വാക്കിംഗ് ആണ്, ഇതാണ്, അന്നൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, എപ്പോഴാണ് എനിക്ക് ബുദ്ധിമുട്ട്? എന്താ കാരണം? 3 മാസം മുമ്പ് വരെ നീ എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, അപ്പൊ അത് നിങ്ങളിൽ എഫക്റ്റ് ഉണ്ടാവും. അതില്ലാതെ നിങ്ങളുടെ
അച്ഛനും അമ്മയുടെ നിന്ന് നിങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങൾക്ക് അവിടെ കുറേ ഉണ്ടാവും. അപ്പൊ ചിലതിനൊക്കെ നിങ്ങൾ മറ്റേ മറ്റേ വളമിട്ട് വെള്ളമൊഴിച്ച് മുളപ്പിച്ചിട്ടുണ്ടാവും. അത് വളർന്നു വരാൻ കുറച്ച് സമയമെടുക്കും. അതിന്റെ കായ്ഫലം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതിൻ്റെതായ സമയമാവും കിട്ടാൻ. ഇപ്പം ഈ കോവയ്ക്ക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അല്ലേ? ഇല്ലേ? കോവയ്ക്ക നല്ല ടേസ്റ്റാ, നല്ല ടേസ്റ്റാ. അതിൽ 2 തരത്തിലുണ്ട്, കശപ്പുള്ളതുണ്ട്, കശപ്പില്ലാത്തതുണ്ട്. അപ്പൊ ചെടി വളർന്നു വരുമ്പോൾ അത് കശപ്പുള്ളതാണോ കശപ്പില്ലാത്തതാണോ നമുക്കറിയാൻ പറ്റില്ല. അപ്പൊ അതേമാതിരി നിങ്ങൾ ഹെറിഡിറ്ററി ആയിട്ട് കൊണ്ടുവന്ന സാധനങ്ങളിൽ നിങ്ങളിൽ ഉണ്ടാവും. അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് അത് പുഷ്പിച്ച് കായാകുമ്പോഴേ അറിയത്തുള്ളൂ. അപ്പൊ ആ സമയത്ത് നിങ്ങൾ വൃത്തിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് മുമ്പുള്ളതും കൂടെ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? പഴയ ആളുകൾക്കും കുറച്ച് കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, പഠിച്ച ആളുകൾക്ക്. ചെറിയ ബിബി മാം ക്ലാസ്സിലുണ്ടോ? ഇപ്പൊ നമ്മുടെ ലാർജ് ഇൻഡസ്ട്രിയൽ മെറീഡിയൻ ആണ് നിങ്ങൾക്ക് ചിത്രത്തിൽ തന്നിട്ടുള്ളത് അപ്രോക്സിമേറ്റ്ലി ആയിട്ട്. അതായത് നമ്മളുടെ ചൂണ്ടുവിരൽ, ഓക്കെ, നമ്മുടെ ചൂണ്ടുവിരലിന്റെ നഖക്കോണിൽ, തള്ളവിരലിന്റെ ഭാഗത്തുള്ള നഖക്കോണിൽ നിന്നും തുടങ്ങിയിട്ട് അത് കയ്യിന്റെ പുറം ഭാഗത്തുകൂടി. കാരണം എന്തുകൊണ്ടാണ് ഇത് പുറം ഭാഗം പ്രിഫർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു യാങ് മെറീഡിയൻ ആയതുകൊണ്ട് കൂടുതലും പുറം ഭാഗത്താണ് അത് സഞ്ചരിക്കുക. അങ്ങനെ കൈ മുട്ടിലൂടെ വന്ന് കൈയിന്റെ ബൈസപ്സിന്റെ വശങ്ങളിലൂടെ കയറി ഷോൾഡറിലെത്തി, ഷോൾഡറിന്റെ ബാക്ക് ചെറുതായിട്ട് അത് പോകുന്നുണ്ട്, നമുക്ക് പിന്നീട് നോക്കാം അതിനെ കുറിച്ചിട്ട്. തിരിച്ച് കഴുത്തിലേക്ക് വന്ന് കഴുത്തില് ആഡം ചാപ്പിളിന്റെ സൈഡിലൂടെ കയറി നമ്മുടെ ചുണ്ടിന്റെ കോണിലൂടെ വന്ന് നമ്മുടെ മൂക്കിന്റെയും ചുണ്ടിന്റെയും ഇടയിൽ കൂടെ സഞ്ചരിച്ച് ഓപ്പോസിറ്റ് മൂക്കിന്റെ അൽനാസി എന്ന് പറയും. നമ്മളുടെ ഒരു ഗ്രൂവ് ഉണ്ടാവും. ഓക്കെ, നമ്മളുടെ മുഖത്തൊരു ഗ്രൂവ് ഉണ്ടാവും. ഈ ഗ്രൂവിന്റെ ഇത് ഫിനിഷ് ചെയ്യുന്ന നേരെ ഇപ്പുറത്താണ് LA20 കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഇങ്ങനെ 20 പോയിന്റ് ഉള്ള മെറീഡിയൻ ആണ് യാങ് മെറീഡിയൻ. പൊതുവെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇൻ മെറീഡിയൻസിന് കമ്പയർ ചെയ്യുമ്പോൾ യാങ് മെറീഡിയൻസിന് പോയിന്റ്സ് കൂടുതലായിരിക്കും. ഓക്കെ, ഇൻ എന്ന് പറയുന്നത് അതിന്റെ ക്വാളിറ്റി തന്നെ എന്താണ്, അത് മറ്റേ എന്താ പറയുക, സോളിഡ് ആണ്, അത് ഡീപ്പായിട്ടുള്ള സാധനമാണ്, അത് കോൾഡ് ആയിട്ടുള്ള സാധനമാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ യാങ് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടാണ്, വൈബ്രന്റ് ആണ്, മൂവ്മെന്റ് ഉള്ള സാധനങ്ങളാണ്. അത് നിങ്ങൾ ഈ മെറീഡിയൻസിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ലങ് വളരെയേറെ പ്രാധാന്യമുള്ളതാണ്, പക്ഷെ മൊത്തം എത്ര പോയിന്റേ ഉണ്ടായിരുന്നുള്ളൂ? 11 പോയിന്റേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിന്റെ യാങ് പാർട്ടാണ് ലാർജ് ഇൻഡസ്ട്രിയൻ, എത്ര പോയിന്റ് ഉണ്ട്? 20 പോയിന്റ് ഉണ്ട്. അങ്ങനെ നിങ്ങൾ എല്ലാ മെറീഡിയൻ എടുക്കുമ്പോഴും ഇൻ ആൻഡ് യാങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇൻ മെറീഡിയൻസിന് പൊതുവെ പോയിന്റ്സ് കുറവായിരിക്കും, യാങ്ങിന് കൂടുതലായിരിക്കും കേട്ടോ. സോ അതിന്റെ പാത്വേ, നമുക്ക് ഇന്റേണൽ പാത്വേ ഉണ്ട് എന്ന് പറഞ്ഞു, എക്സ്റ്റേണൽ പാത്വേ ഉണ്ടെന്ന് പറഞ്ഞു. ഈ എക്സ്റ്റേണൽ പാത്വേ ആണ് നമ്മൾ ഈ ചിത്രത്തിൽ കണ്ടത്. അതിന്റെ ഇന്റേണൽ പാത്വേ നമുക്ക് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള മെറീഡിയനിൽ ചുവന്ന നിറത്തിൽ ട്രാവൽ ചെയ്യുന്ന ഭാഗമാണ് ശരിക്ക് എക്സ്റ്റേണൽ പാത്വേ. ഓക്കെ, ഇതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് പുറത്തേക്ക് പോയിട്ട് വരും. ആ പുറത്തു പോകുന്ന ഭാഗം ഇന്റേണലി ട്രാവൽ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ചിത്രത്തിനകത്ത് അങ്ങനെ കാണിക്കാത്തത്. 16 നേരെ 17 വരുന്നത്. ആക്ച്വലി അതൊന്ന് 16 ശരിക്കും പറഞ്ഞാൽ കുറച്ച് ബാക്ക് സൈഡിലാണ്, മുകളിലല്ല, കുറച്ച് ബാക്ക് സൈഡിലായിട്ട് വരും. നമ്മൾക്ക് ഷോൾഡർ പെയിൻ വരുന്ന ഒരു സ്ഥലമാണ്, അത് കുറച്ച് പുറകു വശത്തായിട്ടാണ്. അവിടുന്ന് അത് മറ്റേ ഈ ബോണിന്റെ അവിടെ പോയിട്ടാണ് വരുന്നത്. ഓക്കെ, സോ ബ്ലൂ കളർ ഡോട്ട് ഇട്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിത്രത്തിൽ ഡോട്ട് കാണുന്നതാണ് ഇന്റേണൽ പാത്വേ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവുന്ന വിചാരിക്കണം. അതുപോലെ ചുണ്ടിന്റെ താഴെ കൂടെ ട്രാവൽ ചെയ്യുന്നതും ഇന്റേണൽ പാത്വേ ആണ്. അതിൽ ഗ്രാഫിക്കൽ തെറ്റാണ്. അപ്പം ഈ ഷോൾഡറിന്റെ ക്ലാവിക്കൽ ബോണിന്റെ അവിടുന്ന് ഒരു മെറീഡിയൻ, ഇന്റേണൽ മെറീഡിയൻ എങ്ങോട്ട് പോകുന്നു? ലങ്സിലൂടെ ലാർജ് ഇൻഡസ്ട്രിനെ ടച്ച് ചെയ്യുന്നത് 2 വശത്തും ഉണ്ട്. ഓക്കെ, 2 വശത്തും തന്നെ ഈ മെറീഡിയൻ എന്ത് ചെയ്യുന്നുണ്ട് വെച്ചാൽ നേരെ വന്ന് ടച്ച് ചെയ്തിട്ട് പോകുന്നുണ്ട്. ഒരു മെറീഡിയൻ വന്നിട്ട് മറ്റേ ചുണ്ടിന്റെ താഴ്വശത്തു കൂടി ട്രാവൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും വന്നിട്ട് ചില സിസ്റ്റങ്ങളിലൊക്കെ പറയാറുള്ളത്, കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർ റെഗുലറായിട്ട് രാവിലെ കുറച്ച് നേരം ഇവിടെ മസാജ് ചെയ്താൽ കോൺസ്റ്റിപ്പേഷനെ ഹെൽപ്പ് ചെയ്യുന്നു പറയും. ഓക്കെ, കാരണം വെച്ചാൽ അതിൻ്റെ ഒരു ഇന്റേണൽ മെറീഡിയൻ
ആ വശത്തും കൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇന്റേണൽ മെറിഡിയൻ മനസ്സിലായോ? നമ്മൾ ഒരു കൂടെ നോക്കും, എന്നാലും നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ സാർ, എവിടെയാണ് മസാജ് ചെയ്യേണ്ടത്? താടി, കീഴ്ത്താടി. കീഴ്ത്താടി. ഇതെങ്ങനെ എന്റെ ചിത്ര വീഡിയോ കാണുന്നുണ്ടോ? ഫുൾ കാണില്ല സാറിന്, ഹാഫേ കാണുള്ളൂ, സെന്റർ വരണം. ഹാഫ് മതി. ഞാൻ എന്റെ താടിയിലാണ് മസാജ് ചെയ്യുന്നത്. ഓക്കെ 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 ഓക്കെ, ഈ ഭാഗത്ത് മസാജ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ ഒപ്പീനിയൻ പറയും. എന്താ താടിന്റെ അതിലോട്ട് ഇന്റേണൽ പോകുന്നുണ്ടോ? ആ, പോകുന്നുണ്ട്. ഇന്റേണൽ ഒന്നുണ്ട്. ഇതില് ഇന്റേണൽ കാണിക്കുന്നു. ഈ താടിയുടെ അവിടെ ചുവന്ന നിറത്തിൽ നോക്കൂ, കാണുന്നുണ്ടോ? ഓക്കെ. The large intestine primary channel originates from LI1 എന്ന് തുടങ്ങി നമ്മൾ ഇത് പറഞ്ഞു തന്നെയാണ്. നിങ്ങൾക്ക് എക്സ്റ്റേണൽ മെറിഡിയൻ നിങ്ങൾക്ക് അറിയാം. ഈ ചിത്രത്തിൽ കണ്ടത് തന്നെയാണ് എക്സ്റ്റേണൽ മെറിഡിയൻ. ഓക്കെ, ഈ ചിത്രത്തിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നത് എക്സ്റ്റേണൽ മെറിഡിയൻസ് ആണ്. അതുകൊണ്ട് ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. ഓക്കെ, അത് ഇന്റേണൽ മെറിഡിയൻ എന്ന് പറയുന്നത് ഷോൾഡറിന്റെ അവിടെ, ക്ലാവിക്കൽ ബോണിന്റെ അവിടെ നിന്ന് നേരെ ലങ്സിലേക്ക് പോയി ലങ്ങിലൂടെ തിരിച്ച് ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് ഇത് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഒരു പാത്ത് കീഴ്ചുണ്ടിൻ്റെ കൂടെ പോയിട്ട് മധ്യഭാഗം വരെ പോകുന്നുണ്ട്, കീഴ്ചുണ്ടിൽ. ഓക്കെ, അതാണ് ഇന്റേണൽ മെറിഡിയന്റെ പാത്ത്. ഓക്കെ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതല്ലാണ്ട് ഡൈവർജന്റ് ചാനൽ എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. ആ ഡൈവർജന്റ് ചാനലിന്റെ മെറിഡിയൻ ആണ് നിങ്ങൾക്ക് ചിത്രത്തിൽ ഡോട്ട് ഇട്ട് കാണിച്ചിരിക്കുന്നത്. LI15 എന്നുള്ളവിടെ നിന്ന് രണ്ടായി പിരിഞ്ഞിട്ട് ഒന്ന് നമ്മളുടെ കഴുത്തിന്റെ നമ്മുടെ കഴുത്തും തലയും കൂടെ മുതുകും കൂടി ചേരുന്നവിടെ പൊന്തി നിൽക്കുന്ന ഒരു ബോണ് കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. തലയൊന്ന് താഴ്ത്തി കഴിഞ്ഞാൽ അത് പ്രൊജക്ട് ചെയ്ത് നിൽക്കും. സ്പൈനലിന്റെ തന്നെ ഒരു പാർട്ടായിട്ടുള്ള ആ ബോൺ അവിടെ ആക്ച്വലി ഒരു മെറിഡിയൻ വരുന്നുണ്ട്. നമ്മൾ പിന്നീട് പഠിക്കും. ആ മെറിഡിയനിൽ പോയി ടച്ച് ചെയ്ത ശേഷം തിരിച്ച് ഈ ചിത്രത്തിൽ കാണുന്ന ഈ 16 ഒരു മിനിറ്റ് അവിടെ അതെ ഈ 15 കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ 16 നമ്മളുടെ ഷോൾഡർ, എൻ്റെ വീഡിയോ കാണാൻ നിങ്ങൾക്ക് 16 പഠിക്കുമ്പോൾ പറയും. ശരിക്കും ഈ ഭാഗത്ത് അറിയാം. 16 എന്ന് പറയുന്നത് ഷോൾഡർ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ഉള്ള സമയത്ത് ഇവിടെ നല്ല വേദന ഉണ്ടാവും, ഭയങ്കര ഹാർഡായിട്ടും ഉണ്ടാവും. ഓക്കെ, പ്രത്യേകിച്ച് സ്ട്രെസ് കൂടുതലുള്ളവരിലേക്ക് ഈ ഭാഗത്ത് എപ്പോഴും ആ ഒരു പെയിനും ഉണ്ടാവും. ഓക്കെ, അവിടേക്ക് വന്ന ശേഷം അവിടുന്ന് ഒരു സാധനം ഇന്റേണലി വന്നിട്ട് എവിടേക്ക് പോകുന്നുണ്ട്, ഈ പൊന്തി നിൽക്കുന്ന ബോണിന്റെ എവിടേക്ക് പോകുന്നുണ്ട്. തിരിച്ചത് വന്ന് ഓക്കെ തിരിച്ച് 16ലേക്കല്ല വരുന്നത്, നേരെ തിരിച്ച് ഇവിടെ വരും. 17ന്റെ താഴെ സ്റ്റൊമക്കിന്റെ ഒരു മെറിഡിയൻ ഉണ്ട്, ഈ ക്ലാവിക്കൽ ബോണിന്റെ അവിടെ വന്ന് ടച്ച് ചെയ്ത ശേഷമാണ്, സ്റ്റൊമക്കിനെ ടച്ച് ചെയ്ത ശേഷം തിരിച്ച് ലാർജ് ഇൻറ്റസ്റ്റൈൻ മെറിഡിയൻ 17 എന്നുള്ള പോയിന്റിന്റെ അവിടേക്ക് വരും. അപ്പൊ ഈ 16ന്ന് നേരിട്ട് ഇങ്ങനെ അല്ല മെറിഡിയൻ ശരിക്കും വരുന്നത്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഈ ചിത്രത്തില് 16ന്ന് നേരെ 17ലേക്കാണ് കാണുന്നത്. ആക്ച്വലി 16 പോലും മുൻവശത്ത് നിന്ന് കാണാൻ പറ്റില്ല. ക്ലിയർ ആവുണ്ടോ ഞാൻ പറയുന്നത്? സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾ ചോദിക്കണേ, പുതിയ ആളുകളും പഴയ ആളുകളും. അപ്പൊ ആക്ച്വലി 15 കഴിഞ്ഞ് 16ലേക്ക് പോകുന്നത്, 16 എന്ന് പറയുന്നത് നമ്മളുടെ ഷോൾഡർ മസിൽസിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് വരിക. അവിടുന്ന് ഇന്റേണലി അത് എവിടെ പോയി ടച്ച് ചെയ്യുന്നുണ്ട്, സ്പൈനൽ കോഡിനെ പോയി ടച്ച് ചെയ്യുന്നുണ്ട്. അവിടുന്ന് ശേഷം അത് നേരെ തിരിച്ചു വന്ന് 17ലേക്കല്ല വരുന്നത്, സ്റ്റൊമക് 12നെ വന്ന് ടച്ച് ചെയ്ത ശേഷം 17ന്റെ അവിടേക്ക് വരും. അപ്പോൾ ഈ 16ന്ന് 17ലേക്ക് ഈ ചിത്രം കാണുന്ന ഭാഗങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ ലാർജ് ഇൻറ്റസ്റ്റൈൻ മെറിഡിയൻ പോകുന്നില്ല. പക്ഷെ നമുക്ക് ഈ എക്സ്റ്റേണൽ മെറിഡിയൻ പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞു വരുന്നു എന്ന് മാത്രം. ക്ലിയർ ആണോ? മുഹമ്മദ് ഭായ്, റിജ മാം, നിഖില മാം, ഓക്കെ, പുഷ്പ മാം ഓക്കെ അല്ലേ? സാവിത്ത് മറ്റേ ശശികുമാരി മാം, ഇത്രയും പേർക്ക് ക്ലിയർ ആയിരിക്കുന്നു വിചാരിക്കുന്നു. സോ ഈ ഡൈവേർജന്റ് ചാനൽ ST12 പിന്നെ LI17, LI18, LI19 എന്ന് പറഞ്ഞിട്ട് എക്സ്റ്റേണൽ പാത്ത് ആയിട്ട് പോകും. അതല്ലാതെ LI15 ഒരു മെറിഡിയൻ തിരിച്ച് പിന്നെ എവിടേക്ക് വരുന്നുണ്ടോ, ലങ്ങിലേക്ക് വന്ന് ലാർജ് ഇൻറ്റസ്റ്റൈനെ ടച്ച് ചെയ്ത് തിരിച്ച് അത് ലങ്ങിന്റെ ആ വഴി തന്നെ പോയി സ്റ്റൊമക് തല്ലിൽ ടച്ച് ചെയ്തിട്ട് മുകളിൽ നിന്ന് ഒരു പാത്ത് വേ വന്നിട്ടുണ്ടായിരുന്നു. ആ പാത്ത് വേയും ഈ പാത്ത് വേയും കൂടെ ചേർന്നിട്ട് 17ലൂടെ സഞ്ചരിക്കും. സോ നമ്മുടെ ശരീരം വന്നിട്ട്
ഒരു ഏതെങ്കിലും ഒരു പാത്വേക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പോലും അതിന് പകരം ഇതിന്റെ പ്രോസസ് ആ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് എത്രയേറെ സിസ്റ്റത്തിൽ ഇത് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കി നോക്കിയേ. അപ്പൊ നിങ്ങളുടെ 24 മണിക്കൂറും ഓരോ സെല്ലുകളും നമ്മൾ വിചാരിക്കാത്ത അത്ര കാര്യങ്ങളാണ് നമ്മളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ചെയ്യുന്നത്. ശരിക്കും നമ്മൾ പോലും അതേപോലെയാണ് നമ്മളുടെ പ്രകൃതിയിലൊരു പാർട്ടാണ് നമ്മൾ. അപ്പൊ പ്രകൃതിക്ക് വേണ്ടിയിട്ട് നമ്മളും സിൻസിയറായിട്ട് ഇതുപോലെ വർക്ക് ചെയ്യണം. കാരണം പ്രകൃതിയുടെ ഉള്ളില് നമ്മുടെ ശരീരത്തിനകത്ത് എങ്ങനെയാണോ നമ്മൾക്കൊരു സെല്ല്, അതേമാതിരി പ്രകൃതിയിലെ ഒരു സെല്ലായിട്ട് നമ്മളെ വിചാരിച്ചാൽ മതി. ഓക്കെ, സോ നമ്മുടെ ഡ്യൂട്ടികൾ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യണം, അതിലേക്ക് എത്തിപ്പെടണം. ഓക്കെ, അതായിരിക്കണം നമ്മളുടെ മോട്ടീവ്. അല്ലാണ്ട് വെറുതെ ഇരിക്കുക, വെറുതെ സമയം കളയുക, കുറേ റീൽസ് നോക്കുക, അതല്ലായിരിക്കണം നിങ്ങളുടെ മറ്റേന്താ പറയുക മോട്ടിവേഷൻ. സോ നിങ്ങളുടെ സെല്ലുകൾ, നിങ്ങളുടെ ആറ്റം, നിങ്ങളുടെ എല്ലാ സാധനങ്ങളും നോക്കി എത്ര സിൻസിയർ ആയിട്ടാണ്. എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അതിനൊരു ബൈ റൂട്ട്, ഒരു ആൾട്ടർനേറ്റീവ് സിസ്റ്റം കണ്ടുവച്ചിട്ടുണ്ട് ഇല്ലേ? നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് പാലക്കാട് പോകണമെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി കുറേ പാത്വേ റോഡുകളുണ്ട്. എന്തുകൊണ്ടാണ് ഒറ്റ റോഡ് വെച്ചാൽ പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും കാരണത്തിൽ ആ റോഡിനൊരു ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ നമുക്ക് എത്തിപ്പെടേണ്ട സ്ഥലത്ത് എത്തണമെങ്കിൽ ആൾട്ടർനേറ്റീവ് റൂട്ട് ഉള്ളത് പോലെ തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് ഓരോ പ്രക്രിയയിലേക്കും എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് ഒരു വഴിയിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ആയിക്കഴിഞ്ഞാലും നമ്മൾ എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേറെ സിസ്റ്റം പ്രകൃതി നമ്മുടെ ശരീരത്തിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ സിസ്റ്റങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എത്ര തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും എങ്ങനെയെങ്കിലൊക്കെ മാനേജ് ചെയ്ത് പോകുന്നത് ഈ ഒരു ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഹെൽത്തിനെ നമ്മൾ എന്ത് ചെയ്ത് വെച്ചിരിക്കണം? നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം ടു ബി ഹെൽത്തി. അങ്ങനെ നിങ്ങൾ ഹെൽത്തി ആയി ഇരുന്നാൽ മാത്രമേ, പ്രത്യേകിച്ച് ലേഡീസിന്റെ കാര്യത്തിൽ വീട്ടിൽ അവരാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യണത്, അവരാണ് വീടിനെ നടത്തിക്കൊണ്ടു പോകുന്നതെങ്കിൽ അവരുടെ ഹെൽത്ത് വളരെയേറെ പ്രാധാന്യമുണ്ട്. അവരിലൂടെ നിങ്ങളുടെ ഏണിംഗ് മെമ്പറിന്റെ ഹെൽത്തിനും കൂടെ നോക്കണം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഏണിംഗ് മെമ്പറുടെ ഹെൽത്താണ്, അല്ലെങ്കിൽ അവരുടെ ഏണിങ്ങിലാണ് നിങ്ങൾ സർവൈവ് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എത്ര നിങ്ങളുടെ ഹെൽത്തിനെ നോക്കുന്നോ അതിനേക്കാളും പ്രയോറിറ്റി ആ ഏണിംഗ് മെമ്പറിന് കൊടുക്കുകയും അവരുടെ ഹെൽത്തിനെ നിലനിർത്തുകയും വേണം. ഇപ്പോൾ ഇതൊക്കെ ലാർജ് ഇൻഡസ്ട്രിയിലാണ് പറയുന്നതെങ്കിൽ പോലും അതിൽ അങ്ങനെ പോയി സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരിക്കണം. കാരണം ലാർജ് ഇൻഡസ്ട്രി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരുടെ ആദ്യം സഹായം വേണം? ലങ്ങിന്റെ വേണം. അതേമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ധാരണ ഉള്ളതുപോലെ തന്നെ ഫാമിലിയിലും ഹസ്ബൻഡ് ആണെങ്കിലും വൈഫിന്റെ ആണെങ്കിലും ശരി, ആരാണോ ഹോം നോക്കുന്നത്, ഹോം മേക്കർ, അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഏണിംഗ് മെമ്പർ. ചില വീടുകളിൽ പുരുഷന്മാരായിരിക്കും ഹോം മേക്കർ, സ്ത്രീകൾ ഏൺ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഏണിംഗ് മെമ്പറിന്റെ ഹെൽത്ത് ആണ് നിങ്ങളുടെ ജീവിതം എന്നുള്ള ഒരു ധാരണ നിങ്ങളിൽ ഉണ്ടാവണം. അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും. ഓക്കെ, അതല്ല എങ്കിൽ ആ ഓർഗൻ നശിച്ചു കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കും ഉണ്ടാവും. അതെങ്ങനെ ഇന്റേണലി അതേമാതിരി തന്നെയാണ് എക്സ്റ്റേണലി. ഓക്കെ ആണോ? ഇന്റേണൽ ഡൈവർജന്റ് ചാനൽ മനസ്സിലായോ? ഓക്കെ, പഴയ ആളുകൾക്കൊക്കെ ഡൈവർജന്റൽ ചാനൽ വളരെ കുറച്ച് പേരൊക്കെ അറിയുന്നുണ്ടാവുള്ളൂ. അപ്പോൾ പഴയ ആളുകൾക്കും സംശയങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. എല്ലാ മെറീഡിയനിലും ഈ ഡൈവർജന്റ് ചാനൽ ഉണ്ട്, സ്നൂസ് ചാനൽ ഉണ്ട്, ഇന്റേണൽ പാത്വേ ഉണ്ട്, എക്സ്റ്റേണൽ പാത്വേ ഉണ്ട്. ഇതിന് എല്ലാം തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് സെപ്പറേറ്റ് ആയിട്ടാണ് TCM പറയുക, അല്ലാണ്ട് ഒറ്റൊന്നായിട്ട് പറയത്തില്ല. ഓക്കെ, എക്സ്റ്റേണൽ മെറിഡിയൻ ഒരെണ്ണം, അതിൻ്റെ തന്നെ ഡൈവർജന്റ് ചാനൽ വേറൊന്ന്, അതിൻ്റെ തന്നെ സ്നൂസ് ചാനൽ വേറൊന്ന്, അതിൻ്റെ തന്നെ ഇന്റേണൽ ചാനൽ വേറെ ഒന്ന്. അപ്പോൾ 12 മെറീഡിയൻ ഉണ്ടെങ്കിൽ 12 എണ്ണത്തിനും ഇത്രയും വെച്ച് കണക്കാക്കിയിട്ടൊക്കെയാണ് ചാനലിന്റെ മെറീഡിയൻ പറയുക, എണ്ണം പറയുക കേട്ടോ. വേറെ ആർക്കും സംശയമൊന്നുമില്ല? ചെറിയ ബിബി മാം ആദ്യമേ നേരത്തെ വന്ന് വെയിറ്റ് ചെയ്തോണ്ടിരിക്കണായിരുന്നു, വിളിച്ച. പക്ഷെ മനസ്സിലാവുന്നുണ്ടോ ആൾറെഡി പഠിച്ചവർക്ക്? ഓക്കെ, എന്താണ് കൊടുത്തിട്ടില്ലേ? അതില് പറയുന്നില്ലേ സെക്കൻഡ് ബ്രാഞ്ച് അത് ലങ് ഡൈവേർജൻ ചാനലില് വന്ന് മീറ്റ് ലാസ്റ്റ് സെന്റൻസ് ഇല്ലേ? ഏതാണ് പറയൂ, ഒന്ന് വായിക്കാവോ? So the neck and finally meets the large intestine primary channel as well as the lung divergent channel at FUTU LI18. ഞാൻ കണ്ടിട്ടേ
the screen last point, sir. Last line. പറഞ്ഞോളൂ, അതെന്താണ്? എന്താണ് സാർ ഈ FUTU FUTU എന്നാണോ? അതെന്താ? FUTU പറയുന്നതല്ല, അത് LI-18 പേരാണ്. ഓക്കെ ഓക്കെ. അതായത് നിങ്ങൾ പഴയ ട്രഡീഷൻ ബുക്കുകളിലെല്ലാം തന്നെ അവര് വന്നിട്ട് ST12 LI-18 എന്ന് മാത്രമല്ല പറയാ, ചൈനീസ് ടെർമിനോളജി കൂടി യൂസ് ചെയ്യും. ഞാനിവിടെ സ്ക്രീൻ ഇടുന്ന സമയത്ത് എല്ലാ പോയിന്റ് ഇടുന്ന സമയത്തും അതിന്റെ ചൈനീസ് ടേം ഇടുന്നുണ്ട്. ഓക്കെ, LI-18 വന്ന് മീറ്റ് ചെയ്യുന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. FUTU എന്ന് പറയുന്നത് LI-18 പേരാണ്. ക്യൂപെൻ എന്ന് പറയുന്നത് ST12 ആണ്. DASU എന്ന് പറയുന്നത് DU14 ആണ്. GNU എന്ന് പറയുന്നത് LI-15. ഓക്കെ ഓക്കെ സർ. ഇതാണോ ചോദിച്ചത്? ഇതാണോ സംശയം ചോദിച്ചത് മാം? അതെ സർ. ഓക്കെ. അപ്പൊ സ്നൂസ് ചാനൽ എന്ന് പറയുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈൻ മെറീഡിയന്റെ സ്നൂസ് ചാനൽ, അതായത് മസിൽസിന്റെ ഏരിയ പറയുന്നത് ഈ കാണുന്ന ബ്ലാക്ക് ഷെയ്ഡ് കാണുന്ന ഭാഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ അത് അധികവും വന്നിട്ട് ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും. സൈനസിന്റെ ഏരിയയിൽ, അതേമാതിരി തന്നെ സൈഡിൽ വരുന്ന തലവേദനകൾ, ഇതെല്ലാം തന്നെ ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷനോ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം. അതേമാതിരി തന്നെ തണുപ്പ് ഒരുപാടുള്ള സമയത്ത് ഈ ഭാഗങ്ങളിൽ, ഈ വശങ്ങളിലെ വേദനകളൊക്കെ തോന്നും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ തോന്നുന്നതൊക്കെ തന്നെ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ മെറീഡിയനിൽ ഉണ്ടാവുന്ന ഇംബാലൻസ് തന്നെയാണ്. ഓക്കെ ആണോ? ഇതൊക്കെ അറിഞ്ഞു വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മുഴുവൻ ഇപ്പൊ പഠിക്കണമെന്നില്ല. സാധാരണ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഈ മെറീഡിയൻ മാത്രമാണ് പഠിക്കുക. ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം പഠിച്ചു എന്ന് മനസ്സിനകത്ത് സെറ്റാവും. ആ സെറ്റാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതല്ലാണ്ട് ഇതെല്ലാം തന്നെ ഉണ്ടെന്ന് പറഞ്ഞു വരുന്നത്. ക്ലിയർ ആയോ? പിന്നെ ഞാൻ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കുറിച്ച് പറയുമ്പോൾ ദഹിക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, മൈൻഡിനെ അക്സെപ്റ്റ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത്രയേറെ പ്രോസസ്സും പാത്വേ ഒക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞു വെക്കണം. അതേപോലെ തന്നെ ലൂ കണക്റ്റിംഗ് പോയിന്റ്. ഓക്കെ, ലൂ കണക്റ്റിംഗ് പോയിന്റ് ഇവിടെ എവിടെയൊക്കെ പറയുന്നുണ്ട്? LI-6 അവിടെ നിന്ന് ഉണ്ട്. LI-6 ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് ഒരു കണക്ഷൻസ് ഉണ്ട്. അത് കൂടാതെ LI-11 വന്നിട്ടും ആമിനും മൊത്തം കവർ ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്. അത് കൂടാതെ നമ്മുടെ LI-18 പോകുമ്പോൾ ചുണ്ടിന്റെ അവിടെ നിന്ന് അത് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അത് കൂടാതെ ഒരു മെറീഡിയൻ വന്നിട്ട് കാതിന്റെ വശത്തേക്ക് പോകുന്നുണ്ട്. ഇതൊക്കെ ലൂ കണക്റ്റിങ്ങിന്റെ ഏരിയ ആയിട്ട് വരുന്നതാണ്. കാതിന്റെ ഭാഗത്തേക്ക് പോകുന്നത് പൊതുവെ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ നമ്മൾ പറയാറില്ല. എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലൂ കണക്റ്റിംഗ് പോയിന്റ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു പോയിന്റ് ആയിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്, മറിച്ച് ഇതിന്റെ ഒരു പാത്വേ അവിടെ പോയി ടച്ച് ആവുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇയർ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസിനെയും നമുക്ക് ലാർജ് ഇൻറ്റസ്റ്റൈനിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സ്നൂസ് ചാനൽ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം അത് കാതിന്റെ ഭാഗമൊക്കെ കവർ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ, പിന്നെ നമ്മൾ പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇന്ന് ഇതോടുകൂടി നമുക്ക് നിർത്താം. ബാക്കി 5 പോയിന്റ്സ് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് ആക്കാം. ഓക്കെ, കാരണം ഞാനൊരു 20 മിനിറ്റോളം രാവിലെ ഇന്നത്തെ ക്ലാസ് തുടങ്ങുമ്പോൾ നിങ്ങളെ സംസാരിപ്പിക്കാൻ വേണ്ടി സമയമെടുത്തിട്ടുണ്ടായിരുന്നു. ജനറൽ ആയിട്ട് ഒരുപാടായിട്ട് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും കുറേശ്ശെ കാര്യങ്ങൾ അറിയണം. കാരണം പോയിന്റ് പറയുന്ന സമയത്ത് പൊതുവെ ഈ മെറ്റാകാർപ്പസ് എന്നുള്ളത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കും. അതേമാതിരി തന്നെ മെറ്റാടാർസൽ എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കും. ഈ മെറ്റാകാർപ്പൽ എന്ന് പറയുന്നത് കയ്യില്, നമ്മുടെ ഉള്ളം കയ്യിൽ വരുന്ന ഓരോ വിരലുകളും വന്ന് ചേരുന്നത് ഉള്ളം കൈയിലെ അതേപോലെയുള്ള ഒരു വേറൊരു ബോണിനെയാണ്. അതിനെ മെറ്റാകാർപ്പൽ എന്ന് പറയും. ഇതേമാതിരിയുള്ള ബോൺ കാലിലുണ്ട്, അതിനെ മെറ്റാടാർസൽ എന്ന് പറയും. അതേമാതിരി ബാക്കി നമ്മുടെ കൈ വിരലുകളിൽ വന്നിട്ട് നമുക്ക് തള്ളവിരലിൽ മാത്രം 2 ജോയിന്റ് കാണാം. ബാക്കിയുള്ളതിലൊക്കെ തന്നെ 3 ജോയിന്റ്സ് ഉണ്ടാവും. അതിന് വന്നിട്ട് ഫെലങ്സ് എന്ന് പറയും. ആ ഡിസ്റ്റൽ ഫെലങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഖത്തിന്റെ അടുത്തുള്ള ജോയിന്റ്സിനെ ഡിസ്റ്റൽ ഫെലങ്സും, അതിനുശേഷമുള്ള 2ാമത്തെ വരിയും 3ാമത്തെ ക്രീസും വരുന്ന ഭാഗത്തിനെ മിഡിൽ ഫെലങ്സ് നിന്നും, അതേമാതിരി തന്നെ റിസ്റ്റിനോട് ചേർന്നിട്ടുള്ള ആ ബോണിനെ പ്രോക്സിമൽ ഫെലങ്സ് എന്ന് പറയും. ഇത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. ബാക്കി നമ്മുടെ റിസ്റ്റിന്റെ അവിടെ ഒരു ബോണല്ല, 1, 2, 3, 4, 5, 6, 7, 8 ബോണുകൾ കൂടി ചേർന്നിട്ടാണ് ഉള്ളത്. അതിലെ തള്ളവിരലിന്റെ 8 ഉണ്ട്. അതിന്റെ ഓരോന്നിന്റെയും പേര് ഓർമ്മിച്ച് വെക്കണമെന്നില്ല, പക്ഷെ മനസ്സിലാക്കി വെക്കുക. ഈ നമ്മുടെ റിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബോണോ അല്ലെങ്കിൽ 1, 2 ബോണുകൾ കൂടി ചേരുന്ന ഭാഗമല്ല.
ഈ മെറ്റാകാർപ്പൽ ബോണിന് 5 ഉണ്ട്. ഈ 5 വന്നിട്ട് റിസ്റ്റിന്റെ താഴെ റേഡിയസ് എന്ന് പറയുന്ന ഒരു വലിയ എല്ലും അൾന എന്ന് പറയുന്ന ഒരു എല്ലും ഉണ്ട്. ചെറുവിരലിന്റെ ഭാഗത്ത് കൂടി വരുന്നത് അൾന ബോണാണ്. തള്ളവിരലിന്റെ ഭാഗത്ത് കൂടി വരുന്നത് റേഡിയസ് എന്നുള്ള ബോണാണ്. ഈ ബോണും മെറ്റാകാർപ്പൽ ബോണും ടച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൈകളുടെ സുഗമമായ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് 8ഓളം ബോണുകളും അത്ര തന്നെ ജോയിന്റ്, അതെല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരു ജോയിന്റ് ആണ് റിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്ത് 8 ബോണുകളുണ്ട്. ഇത് നമ്മൾക്ക് നിങ്ങൾ അനാട്ടമി ഫിസിയോളജി ശരിക്കും പറഞ്ഞാൽ അക്യുപഞ്ചറിന് പഠിക്കേണ്ടതെന്ന് പൊതുവേ ഉണ്ട്. സത്യം പറഞ്ഞാൽ പഠിക്കണം നമ്മൾ. അതിൻ്റെ മറ്റേ എന്താ പറയുക അതിൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണ്, ഓരോന്നും എന്തൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അതേമാതിരി ഡഗ്ലസ് ഗ്ലാൻസിനെ കുറിച്ചൊക്കെ നമുക്ക് ധാരണ വേണം. എവിടെ നിന്നാണ് ഓരോ സാധനങ്ങളും ഇൻഫർമേഷൻ പോകണം എന്നുള്ളത് ഒരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ സക്സസ് ആയിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റും. അപ്പം നമ്മളിവിടെ ഓൺലൈൻ ക്ലാസ്സസും നമ്മൾ സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ലാത്തത് കൊണ്ടും ഒരു റിവിഷനുള്ള ക്ലാസ് പോലെ എടുക്കുന്നത് കൊണ്ട് അനാട്ടമിയെ കുറിച്ച് പറയുന്നില്ല. പക്ഷെ എന്നാലും ചില കാര്യങ്ങൾ നമുക്ക് അറിയണം. മെറ്റാകാർപ്പൽ എന്നുള്ളത് കയ്യിലാണ്, അതേമാതിരി ഫെലങ്സ് എന്നുള്ളത് വന്നിട്ട് കാലിലും ഫെലങ്സ് എന്ന് തന്നെ പറയാം. മറ്റേ മിഡിൽ ഫെലങ്സ് ഏതാണ്, പ്രോക്സിമൽ ഏതാണ്, ഡിസ്റ്റൽ ഏതാണെന്നുള്ളത് നമുക്ക് അറിയണം. അതേമാതിരി റേഡിയസ് ബോൺ ഏതാണ്, അൾന ബോൺ ഏതാണെന്നുള്ളത് അറിഞ്ഞു വെച്ചാൽ മാത്രമേ നിങ്ങൾ പിന്നീട് പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് ഇത് ഏതാണെന്ന് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്തത് പോയിന്റിലേക്കാണ് പോകേണ്ടത്. ഇപ്പോൾ 9 മണി ആയതുകൊണ്ട് നമ്മൾ ഇന്ന് പോയിന്റിനെ കുറിച്ച് നോക്കുന്നില്ല. അടുത്ത ക്ലാസ്സിലാണ്. നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. കോളനെ കുറിച്ചിട്ട് കുറച്ചൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. ഈ സാറ് പറഞ്ഞില്ല ലാബ് ഇൻഡസ്ട്രിയിലെ ബോൾ ഫ്ലോറ വൈറസസിനെ കുറിച്ചിട്ട്. അതെ, അത് ഈ വയറിളക്കുന്ന സമയത്ത് അത് ക്ലീൻ ആയിട്ട് പിന്നീട് അത് ആദ്യം രൂപാന്തരപ്പെടുക, അത് അതിനെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞാൽ. വയറിളക്കാൻ വന്നിട്ട് കെമിക്കൽ കോമ്പോണൻസ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ബൗൾ ഫ്ലോറ വൈറസസ് നാശം സംഭവിക്കും. അതേ സമയത്ത് നാച്ചുറൽ ആയിട്ടുള്ള പ്രക്രിയയിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിന് ഒരു ദോഷവും വരില്ല. ഇപ്പം നമ്മൾ മറ്റേ എന്താ പറയുക സോപ്പ് ഉപയോഗിച്ചിട്ടൊക്കെ പണ്ട് ആശുപത്രികളിലൊക്കെ ഗർഭിണികൾക്കും മറ്റുമൊക്കെ എനിമ എടുക്കുന്ന സമയത്ത് സോപ്പ് ഉപയോഗിക്കുന്നു. തമിഴ്നാട്ടിലൊക്കെ ഉപയോഗിക്കുന്നു. എനിക്ക് ഇവിടുത്തെ കാര്യം എനിക്കറിയില്ല. ഓക്കെ, സോപ്പൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളുടെ ബൗൾ ഫ്ലോറ വൈറസസിന് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവും. അതേമാതിരി കെമിക്കലായിട്ടുള്ള കാര്യങ്ങൾ കഴിച്ചിട്ടൊക്കെ വയറിളക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതേ സമയത്ത് ബാലസുത പോലത്തെ യൂസ് ചെയ്യുമ്പോൾ അത് വന്നിട്ട് അത് ഉപയോഗിക്കുന്ന സമയത്തും അടുപ്പിച്ചിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ ആഹാരം മറ്റേ വായിലൂടെ കഴിച്ചിട്ട് നിങ്ങൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് പർപ്പസ് അത് തന്നെ ആണെങ്കിലും നിങ്ങൾ സ്റ്റൊമക്കും സ്മോൾ ഇൻറ്റസ്റ്റൈനൊക്കെ വന്നിട്ട് അവിടെ നിന്നൊക്കെ മ്യൂക്കസ് മെമ്പറൈൻ്റെ എന്താ പറയാ മറ്റേ ഡാമേജ് സംഭവിക്കും ശരിക്കും പറഞ്ഞാൽ. അവിടെ ക്ലീൻ ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറയുന്നത് കോളൻ ആയതുകൊണ്ട് ശരിക്കും ഏറ്റവും അഡ്വൈസബിൾ എന്ന് പറയുന്നത് എനിമ എടുക്കുന്ന പ്രോസസ്സാണ്. അതേമാതിരി മറ്റേ ധന്യ മാം ഇപ്പൊ കറക്റ്റ് ചെയ്യുന്നു. ബൗൾ ഫ്ലോറ വൈറസസ് എന്നല്ല, ശരിക്കും അതൊരു ബാക്ടീരിയ ആണ് കേട്ടോ. ബൗൾ ഫ്ലോറ ബാക്ടീരിയ എന്നാണ്. നമ്മളിങ്ങനെ പറയാനൊരു സുഖത്തിന് ബൗൾ ഫ്ലോറ ബാക്ടീരിയ എന്ന് പറയുന്നതിനേക്കാളും കംഫർട്ടബിൾ ആയിട്ട് ബൗൾ ഫ്ലോറ വൈറസസ് എന്ന് പറയുന്നതുകൊണ്ട് അങ്ങനെ വന്നു പോയതാണ്. അത് ആക്ച്വലി ബാക്ടീരിയ ആണ്. താങ്ക് യു ധന്യ മാം. കാരണം സുഭാഷ് മണി സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം. ആവണക്കെണ്ണയൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ ഏറ്റവും നല്ലത് വന്നിട്ട് കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്നത് എനിമ എടുക്കുന്നതാണ്. പക്ഷെ ദിവസം എടുക്കുന്നതിനോട് അഡ്വൈസബിൾ അല്ല. അതായത് ചെറിയ മറ്റേ എന്താ പറയാ വെള്ളം തിളപ്പിച്ചിട്ട് ആ ഇളം ചൂട് വളരെ നേരിയ ചൂടില് എടുക്കുക, അല്ലെങ്കിൽ ഡിസ്റ്റൽഡ് വാട്ടറിൽ എടുക്കുക, അതും അല്ലെങ്കിൽ വെള്ളത്തിൽ ചെറുനാരങ്ങ പിഴിഞ്ഞെടുക്കുക. അതൊക്കെ തന്നെയാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ പിന്നെ ആവണക്കെണ്ണ പോലെയുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ കടുക്കമോരോ ഒക്കെ ഉപയോഗിക്കാം. പക്ഷെ ആവണക്കെണ്ണയും കടുക്കമോരൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഈ പറയുന്നത് പോലെ ഒരു ക്ലീനിങ് പ്രോസസ് അല്ല നടക്കുക. ഏകദേശം നടക്കും. എന്നാലും ഒന്നും ചെയ്യാണ്ടിരിക്കുന്നതിനേക്കാളും നല്ലതാണ് ഇങ്ങനെയെങ്കിലും ആവണക്കെണ്ണയോ ഇതെല്ലാം എത്ര
ഉപയോഗിക്കുക, അങ്ങനെ അതിന്റെ എന്തെങ്കിലും അളവ് കണക്കാക്കും? ഓരോ ആൾക്കാർക്കും ഓരോ കപ്പാസിറ്റി ആയിരിക്കും. അപ്പൊ ആദ്യം 1-2 സ്പൂൺ കഴിച്ചു നോക്കുക, എന്നിട്ട് പോകുന്നില്ലെങ്കിൽ കൂട്ടുക. അപ്പൊ കൊല്ലത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മളുടെ വയറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. അടുപ്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ മ്യൂക്കൽ മെമ്പറൻസ് ഒക്കെ പോയി കഴിഞ്ഞാൽ വായ മുഴുവനും പുണ്ണാവേ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഈ മരുന്നുകൾ കഴിച്ചിട്ടുള്ള ക്ലീനിങ് റെക്കമെൻഡഡ് അല്ല. മരുന്നൊക്കെ കഴിച്ചിട്ടാണെങ്കിൽ ഇയർലി വൺസോ മറ്റേ ചെയ്താൽ മതി. ഓക്കെ, അതല്ല ആവണക്കെണ്ണ ആണെങ്കിൽ ആവണക്കെണ്ണയോ അടുക്കയൊക്കെ ആണെങ്കിൽ 3 മന്ത്സിനോ അല്ലെങ്കിൽ 5 മന്ത്സിലോ ഒരിക്കൽ ചെയ്യാം. ആവണക്കെണ്ണ നെല്ലിക്ക നമുക്ക് പിന്നെ വയറിറക്കാൻ പറ്റൂലേ? നെല്ലിക്ക വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അതിന് കടുക്കയൊക്കെ കഴിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ അതൊരു വയറിളക്കമല്ല, ആ മോഷനെ പ്രൊമോട്ട് ചെയ്യുന്നേ ഉള്ളൂ. കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതിരിക്കാൻ സഹായിക്കുന്നേ ഉള്ളൂ, അല്ലാണ്ട് എൻ്റയർ ആയിട്ടുള്ള ക്ലീനിങ് പ്രോസസ്സ് നടക്കത്തില്ല. ഈ കുട്ടികളില് ആവണക്കെണ്ണയിൽ എത്ര കൊടുക്കാൻ പറ്റുമോ? അളവ് വന്നിട്ട് ഓരോ വ്യക്തിക്കും അനുസരിച്ചിട്ട് മാറ്റം ഉണ്ടാവും. ഒരു സ്പൂൺ ചൂടുവെള്ളത്തിൽ കഴിച്ചു നോക്കുക, ആയില്ലെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒരു സ്പൂണിന് പകരം 2 സ്പൂൺ കഴിച്ചു നോക്കുക. എന്നിട്ടും പോയില്ല എങ്കിൽ ആ ഒരു 2 ആഴ്ചയോ 3 ആഴ്ചയോ കഴിഞ്ഞിട്ട് 3 സ്പൂൺ ആക്കുക. അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. അത് ഓരോ വ്യക്തിക്കും വ്യത്യാസം ഉണ്ടാവും. ചെറിയ കുട്ടികൾക്ക് എന്നാണ് ഇപ്പൊ ചോദിച്ചാരോ, ചെറിയ കുട്ടികൾക്ക് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചെറിയ കുട്ടികൾക്കൊക്കെ അങ്ങനെ സ്പൂൺ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വയസ്സാണ്? താങ്ക് യു. ഇവിടെ എനിക്ക് വോയിസ് ശരിക്കും കേൾക്കാത്തോണ്ടേ. ആരാ ചോദിച്ചത്? മുഹമ്മദ് സായിദ് ആണ് ചോദിച്ചത്. ഒരുപാട് കുഞ്ഞു കുട്ടികൾക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. എത്ര വയസ്സ് മുതൽ അത് ചെയ്യാൻ പറ്റും? ഞാൻ പറയുന്നത് 5 വയസ്സിന് മുകളിൽ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയ കുട്ടികൾക്ക്. ഓക്കെ, അതുവരെയുള്ളതിന് എനിക്കറിയത്തില്ല. അപ്പൊ 5 വയസ്സിന് സ്കൂളുകളൊക്കെ പോകാൻ തുടങ്ങിയ കുട്ടികൾക്കൊക്കെ നിങ്ങളൊരു 6 മാസത്തിൽ ഒരിക്കൽ വന്നിട്ട് ആദ്യം 1 സ്പൂൺ കൊടുത്തു നോക്കുക. എന്നിട്ട് പോരാന്നുണ്ടെങ്കിൽ 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെ 2 സ്പൂൺ കൊടുത്തു നോക്കുക. അങ്ങനെ കൊടുത്തു നോക്കുക ഇളം ചൂടുവെള്ളത്തിൽ. ഒറിജിനൽ ആവണക്കെണ്ണയാണെങ്കിലാണ് മെഡിക്കൽ ഷോപ്പ്. ഞാൻ പറയുന്നത് ഒറിജിനൽ ആവണക്കെണ്ണയുടെ കാര്യമാണ് പറയണത്. അതെ, ഡ്യൂപ്ലിക്കേറ്റ് എല്ലാ സ്ഥലത്തും കിട്ടുന്നത് ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. പിന്നെ ചെറിയ കുട്ടികൾക്ക് സാധാരണ പറയാം, കുറച്ച് വാം വാട്ടർ അല്ലെങ്കിൽ ഒരു 1/4 ഗ്ലാസ് വാം വാട്ടറിൽ 4-5 ഡ്രോപ്സ് ആവണക്കെണ്ണ മിക്സ് ചെയ്യാന്നാണ് പറയാ. പക്ഷെ ഒറിജിനൽ ആണോന്ന് നോക്കിയിട്ട് മാത്രം. ഇപ്പൊ എല്ലാരും കേട്ടല്ലോ, ചെറിയ കുട്ടികൾക്ക് 5 ഡ്രോപ്പ് മതി ഇളം ചുടുവെള്ളത്തിൽ. വലിയവർക്കൊക്കെ ആണെങ്കിൽ 1 സ്പൂൺ കഴിച്ചു നോക്കുക, എന്നിട്ട് വേണം ഇൻക്രീസ് ചെയ്യാൻ. അതേപോലെ തന്നെ ഒറിജിനൽ ആവണക്കെണ്ണയുടെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ ഏതെങ്കിലും കെമിക്കൽ ഓറിയന്റഡ് ആയിട്ടോ മറ്റുള്ള സാധനങ്ങളല്ല. ഇപ്പൊ പല ആൾക്കാരും വന്നിട്ട് ഈ ഹിജാമ ചെയ്യുന്നവരൊക്കെ വന്നിട്ട് മറ്റേ സ്പിരിറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വന്നിട്ട് പഞ്ഞിയിൽ മുക്കി കത്തിച്ചു കഴിഞ്ഞാൽ ആ പഞ്ഞി മറ്റേ സ്പിരിറ്റ് മുക്കിയില്ലെങ്കിൽ കൂടെ കത്തും, സ്പിരിറ്റ് മുക്കിയാൽ തീരെ കത്തില്ല. കാരണം അതിൽ വരെ ഒറിജിനൽ ആയിട്ടുള്ള സാധനങ്ങളല്ല, അത് മെഡിക്കേറ്റഡ് ആയിട്ട് ചെറിയൊരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എല്ലാത്തിലും ഇതുള്ളത് കൊണ്ട് നിങ്ങളത് നിങ്ങളുടെ പരിധിക്ക് വിട്ടിരിക്കുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം, നിങ്ങൾ ആരെയും നിർബന്ധിച്ച് ചെയ്യാനല്ല പറഞ്ഞത്. ഇതിന്റെ പ്രോസസ്സ് പറഞ്ഞു വരുന്ന സമയത്ത് പറഞ്ഞാണ്. ഓക്കെ സാർ, അത് മാത്രല്ല, ചെയ്യുന്നവർ അതിനനുസരിച്ച് വെള്ളം കൂടി കുടിക്കാൻ പറയണം. അതൊക്കെ ഡീഹൈഡ്രേഷൻ ആകാതിരിക്കുന്നതൊക്കെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ വയറിളക്കുന്നവരും ഛർദ്ദിക്കുന്നവരും പ്രധാന വിചാരം എന്താ വെച്ചാൽ വെള്ളം കുടിക്കുന്നതുകൊണ്ട് അത് കൂടുതൽ പോകുന്നത്. അപ്പൊ അത് ശരീരത്തിനകത്ത് പോവും. അങ്ങനെ നിങ്ങൾക്ക് ഡീഹൈഡ്രേഷൻ ആകാതെ ശ്രദ്ധിക്കണം. ഡീഹൈഡ്രേഷൻ ആയി കഴിഞ്ഞാൽ കൊളാപ്സ് ആവും. അങ്ങനെ മറ്റേ വയറ് പോകുന്ന സമയത്ത് അങ്ങനെ വെള്ളമാണ് കൂടുതൽ പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വന്നിട്ട് കഞ്ഞിയോ അല്ലെങ്കിൽ കഞ്ഞിയിൽ ഉപ്പിട്ടിട്ടോ അല്ലെങ്കിൽ ചെറുനാരങ്ങ വെള്ളത്തിൽ ഉപ്പും പഞ്ചസാരയോ ഇട്ട് കഴിക്കണം, അല്ലെങ്കിൽ ORS എങ്കിലും കഴിക്കണം. ഓക്കെ. പിന്നെ അതേമാതിരി തന്നെ പൊതുവെ അക്യുപഞ്ചറിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടർക്ക് പോകാൻ പാടില്ല, അത് ചെയ്യാൻ അങ്ങനെയൊന്നും TCM പറയുന്നില്ല കേട്ടോ. ഓക്കെ, നിങ്ങൾ എമർജൻസി ആണെങ്കിൽ ഉറപ്പായിട്ടും മെഡിക്കലിൽ എടുക്കുക തന്നെ വേണം. ഒരാൾ ബോണ് പൊട്ടി ഒരു ആക്സിഡന്റ് ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു കൺസൾട്ട് വിത്ത് ദം, അല്ലാണ്ട് നമുക്ക് വേറെ ആവില്ല. അതേമാതിരി തന്നെ എന്തെങ്കിലും ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെ അലോപ്പതി സിസ്റ്റത്തിനെയോ ആയുർവേദത്തിനെയോ ഹോമിയോനെയോ വേറൊരു സിസ്റ്റത്തിനെ കുറ്റം പറയാനല്ല നമ്മുടെ ക്ലാസ്സുകൾ. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട്, ഒരു വീട് വൃത്തിയാക്കി വെക്കണം കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും എന്ന് പറയുന്ന പോലെ
നമ്മുടെ ശരീരവും കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും എന്ത് ചെയ്യണം? എലിമിനേഷനൊക്കെ മറ്റേ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കളഞ്ഞ് നമ്മൾ വണ്ടികൾ സർവീസ് ചെയ്ത് വെക്കുന്നത് പോലെ, വീടിനെ വൃത്തിയാക്കി വെക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തിനെയും വൃത്തിയാക്കി വെക്കണം. അതേമാതിരി തന്നെ നമുക്ക് കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ കൊല്ലത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അതിനെയൊക്കെ ഒന്ന് വൃത്തിയാക്കേണ്ട ചുമതല നമുക്കുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും ചെയ്യാറില്ല, സ്ഥലങ്ങളും ചെയ്യാറില്ല, വീടും ചെയ്യാറില്ല. പണ്ടൊക്കെ വീടുകളിൽ വന്നിട്ട് എന്താ പറയുക, കർക്കിടകം തുടങ്ങുന്നതിന് മുമ്പ് കംപ്ലീറ്റ് എല്ലാ സ്ഥലങ്ങളും വൃത്തിയാക്കി വെക്കും. ഓക്കെ സാർ, ഈ ലാർജ് ഇൻറ്റെസ്റ്റൈനിൽ നല്ല ബാക്ടീരിയനെ ക്രിയേറ്റ് ചെയ്യാൻ അത് നമ്മൾ എന്ത് ഭക്ഷണം എന്നുള്ള രീതിയിൽ അങ്ങനെ പറയാം? ഭക്ഷണം എന്നുള്ള രീതിയിൽ എന്ന് പറഞ്ഞാൽ ചോദിച്ചത് നന്നായി, വിട്ടുപോയതാണ്. നമ്മുടെ പ്രകൃതിയിൽ ഈ ബബിൾ ഫ്ലോറ വൈറസസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കിട്ടുന്നതും സുലഭമായി കിട്ടുന്ന ഒരു സാധനമാണ്. പാല് വാങ്ങിയിട്ട് അലുമിനിയത്തിലും സ്റ്റെയിൻലെസ് സ്റ്റീലിലും ഉപയോഗിക്കാതെ ഏതെങ്കിലും ഒരു മൺപാത്രത്തിലോ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കിലോ അതും അല്ലെങ്കിൽ കണ്ണാടി പാത്രത്തിലോ ആ പാലൊഴിച്ച് അതിനകത്ത് ഒരു സ്പൂണ് തൈര് ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും, വൈകുന്നേരം രാവിലെ ആകുമ്പോഴേക്കും നല്ല ബൗൾ ഫ്ലോറ വൈറസസിൻ്റെ നമ്പർ ഓഫ് കോളനീസ് നിങ്ങൾക്ക് കിട്ടും. ഇത് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ മതി. ആയുർവേദ മരുന്ന് കഴിക്കുമ്പോൾ ചില മരുന്നുകൾക്കാണ് മോരും തൈരും ഉപയോഗിക്കേണ്ടെന്ന് പറയും. എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ ഈ തൈരിനെ വികൃതി എന്നാ പറയുക. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്കിനകത്ത് വേറെ ഏത് സാധനം പോയി കഴിഞ്ഞാലും അതിനെ ആ ആസിഡ് ഉപയോഗിച്ചിട്ട് അതിന് ശരീരം വിഘടിപ്പിക്കും. പക്ഷെ തൈരാണ് നിങ്ങൾക്ക് പോകുന്നതെങ്കിൽ ആ തൈര് ഈ ആസിഡുകളിൽ ഒന്നും തന്നെ രൂപാന്തരം സംഭവിക്കാതെ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ കടന്ന് നേരെ ലാർജ് ഇൻറ്റെസ്റ്റൈനിലേക്കാണ് ഇത് എത്തുക. ശരിയല്ലേ ഡെറീന ജോ മാം? ഹലോ, ആളില്ലാന്ന് തോന്നുന്നു. ശരി. അപ്പോൾ അതുകൊണ്ടാണ് ചില മരുന്നുകൾ കഴിക്കുന്ന സമയത്ത് തൈര് കഴിക്കേണ്ടെന്ന് പറയാ. അതിനെ വികൃതി എന്ന് പറയും. വികൃതി കുട്ടികൾ എങ്ങനെയാ, ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ഡോർ അടച്ചിട്ടുണ്ടെങ്കിലും ശരി, എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും ആ കുട്ടി 4 പേര് നിന്നാൽ പോലും അതിൻ്റെ ഇടയിൽ കൂടി അപ്പുറത്തേക്ക് വരുന്നത് പോലെ തൈരിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ഈ സിസ്റ്റത്തിലൊന്നും ഡൈജഷൻ ആവാതെ അത് നേരെ കോളനിൽ എത്തിയിട്ട് ആ വൈറസസ് മുഴുവനും അബ്സോർബ് ചെയ്ത് നമ്മുടെ കോളൻ നീറ്റാണെങ്കിൽ, വൃത്തിയുള്ളതാണെങ്കിൽ ഈ തൈര് ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ദിവസം കുറച്ച് കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ബൗൾ ഫ്ലോറ വൈറസസ് ഇൻക്രീസ് ആവും. ഓക്കെ. പക്ഷെ അതിനകത്ത് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കൊന്നിട്ട് കഴിച്ചിട്ട് കാര്യമില്ല. ഓക്കെ അനീഷ് ജി, ക്ലിയർ ആയോ? അനീഷ് ജി മനസ്സിലായോ? മനസ്സിലായി സാർ. ഓക്കെ. പിന്നെ നസീബ മാം എന്തോ പറഞ്ഞു, ഇവിടെ കേട്ടില്ല. നമ്മൾ ഈ തൈര് കഴിക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ വെക്കാതെയും ഉപ്പ് ഉപയോഗിക്കാതെയും കഴിക്കുന്നല്ലോ ഏറ്റവും നല്ലത്? ഫ്രിഡ്ജിൽ വെക്കരുത്. ഫ്രിഡ്ജ് നമ്മൾ ഇവിടെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പച്ചക്കറികള്, പിന്നെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന പഴങ്ങള്, പിന്നെ ആൾറെഡി കൊന്നു വെച്ചിട്ടുള്ള ചിക്കനോ മട്ടനോ സാധനങ്ങൾ വെക്കാം. അതല്ലാണ്ട് ഫെർമെന്റ് ആവുന്ന ജീവനുള്ള ഒരു സാധനത്തിനെയും ഫ്രിഡ്ജിൽ വെക്കരുത്. അതായത് നമ്മളും ദോശമാവോ ഇഡ്ലി മാവോ ആപ്പമാവോ വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുന്നത് നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിനകത്തുള്ള ഒരുപാട് സാധനങ്ങളെ കൊല്ലാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ. അതായത് ഇതിനകത്ത് ദോശമാവായാലും ശരി, ഇഡ്ലി മാവാണെങ്കിലും ശരി, ആപ്പമാവാണെങ്കിലും ശരി. രണ്ടാമത്തെ സാധനം വെക്കാൻ പാടില്ലാത്തതാണ് ഈ മറ്റേ ഉറയൊഴിച്ച മോര്, തൈര് പറഞ്ഞ സാധനങ്ങളൊന്നും ഫ്രിഡ്ജിൽ വെച്ച് വെക്കരുത്. അങ്ങനെ വെച്ച സാധനം വേണമെച്ചാൽ എടുത്തിട്ട് ഒഴിച്ചു കളഞ്ഞോളൂ താഴേക്ക്. രാത്രി വന്നിട്ട് തുറന്ന് ഒഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾ അതിനെ പുറത്ത് കളഞ്ഞോളൂ. കാരണം നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളുടെ കംഫർട്ടബിലിറ്റി, ഒരു എളുപ്പപ്പണി, ഇതിനു വേണ്ടി മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് വളരെ വലിയൊരു തെറ്റാണെന്ന് മാത്രം മനസ്സിലാക്കിക്കോളൂ. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ അറിയുന്നില്ല. പിന്നെ അറിഞ്ഞിട്ട് ചെയ്യുന്ന തെറ്റുകളാണെങ്കിൽ ഉറപ്പായിട്ട് അതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് എന്തായാലും അനുഭവിക്കേണ്ടതായിട്ടുണ്ടാവും. ഒരു കാര്യം ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. യോഗത്തിന്റെ തൈര് കഴിച്ചാലോ? യോഗ പഞ്ചസാര ഇട്ട് കഴിക്കാൻ പാടില്ല. പഞ്ചസാര സാധാരണ രീതിയിൽ ഉപയോഗിച്ചൂടെ? അതും പക്ഷെ ഫ്രിഡ്ജിൽ വെച്ച് വരികയല്ലേ.
നിങ്ങൾ റെഡിമെയ്ഡ് വാങ്ങുന്നതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് വരിക. ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുന്നതിനകത്ത് എന്തൊക്കെ ഗുണം ഉണ്ടാകുന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കറിയാം. എന്റെ ഗുരു പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ജീവാംശമുള്ള ഒരു സാധനങ്ങളും ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കരുത്, ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞു. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയസ് ഒക്കെ നശിച്ചു. അത് തന്നെയാണ്. പിന്നെ ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ എന്റെ ഗുരുനാഥൻ പറഞ്ഞു തന്നിരിക്കുന്നത് എനിക്ക് ഇങ്ങനെയാണ്: ജീവനുള്ള സാധനങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കേണ്ടതല്ല. പച്ചക്കറികൾ വെക്കാം, ഫ്രിഡ്ജിൽ വെക്കാവുന്ന പഴങ്ങൾ വെക്കാം, നിങ്ങൾ ചിക്കനോ മട്ടനോ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് വെക്കാം, അതൊക്കെ വെക്കാം. അതല്ലാതെ ഈ മറ്റേ ദോശമാവ്, ഇഡ്ലി മാവ്, ആപ്പമാവ്, മോര്, തൈര് തുടങ്ങിയ സാധനങ്ങൾ ദയവായിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട. ഓക്കെ, അപ്പോൾ സംശയങ്ങളിലേക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയം 9:15. പലരും പല തിരക്കിലായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഈ രീതിയിൽ ഓക്കെ നിങ്ങൾക്ക് ഉപയോഗമായെങ്കിൽ ദൈവം എൻ്റെ ഈ 1 മണിക്കൂർ നല്ല കാര്യത്തിന് ഉപയോഗിച്ചതായിട്ട് ഞാൻ വിചാരിക്കും. എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. അവരവരുടെ ഹെൽത്തും അവരുടെ ഫാമിലിയിലത്തെ ഹെൽത്തും നോക്കാൻ ഉള്ള ശക്തിയും അറിവും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. ഗോഡ് ബ്ലെസ്. Okay, thank you, sir. താങ്ക്സ് സാർ. Thank you, sir. താങ്ക് യു സർ. Okay, thank you. Thank you, sir. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. Thank you, good night. എല്ലാവരും മറ്റേ ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കുന്നവർക്ക് വേഗം എക്സിറ്റ് ആയാൽ നന്നായിരുന്നു. ആരാണ് ഒരാളുണ്ടല്ലോ പോവാതെ? ഞാനുണ്ട് സർ. റീജ മാം ഉണ്ടെന്ന് അറിയാം. അതല്ലാണ്ട് ഒരാളും കൂടി ഉണ്ട്. അവര് ക്ലാസ്സിലില്ല, കുഴപ്പമില്ല. അറ്റൻഡൻസ് തരാൻ വേണ്ടി മാത്രം കയറിയതോ? പറഞ്ഞോളൂ മാം. സുഖമല്ലേ മാം? സുഖാണ് സർ. നോട്ട്സ് അയക്കാണ്ടിരുന്നത് എന്റേത് ഒരു 100 ചില്ലറ അല്ല. നോ ഇഷ്യൂ. നിങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തില്ലേ അതിന് മുമ്പേ തന്നെ? അല്ല, 140 പേജിന്റെ അടുത്തോളം ഞാൻ നമ്മളെ ഇപ്പൊ നിങ്ങൾ കുറെ പേരെ ആഡ് ചെയ്തത് അതുകൊണ്ടാണ് എനിക്കറിയാലോ. അത് ഞാൻ അയച്ചിട്ടുണ്ടാവും സർ. ഞാൻ അതിന്റെ തമിഴും ഇംഗ്ലീഷും മലയാളവും. അത് കുഴപ്പമില്ല. നിങ്ങൾ എഴുതണ്ടെന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ പറയുന്നതിന് മുമ്പേ ഞാൻ ആഡ് ചെയ്തത്. സാറ് വെനസ്ഡേ ക്ലാസിന്റെ നോട്ട്സും എല്ലാം എഴുതുന്നുണ്ട്. അത് ഫുൾ ഇതാണല്ലോ വരുന്നത്. അപ്പൊ അതും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാം കൂടി അത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ആൾറെഡി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് തന്നെ 3-4 പേരെ ആഡ് ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ ഒരു പേജ് പോലും അയച്ചിട്ടില്ല എന്നുള്ള ആ ഒരു ഇത് ഞാൻ പറഞ്ഞു വെച്ചാല്, ഇന്നിപ്പോ സംശയം ചോദിച്ച സായിദ മൂപ്പര് 1 പേജാണ് എനിക്ക് എഴുതി തന്നത്. വേറെ 1-2 പേര് 2 പേജും 3 പേജും 4 പേജും തന്നവരൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമാണ്. കാരണം അവരൊന്നും നമുക്ക് അത്ര വലിയ പരിചയമില്ലാത്തവരല്ലേ. പരിചയമുള്ളതിനകത്ത് ആരൊക്കെ എഴുതുന്നുണ്ട് എന്നുള്ളത് അറിയാം. അതുകൊണ്ടാണ് വിട്ടത്. അതേമാതിരി തന്നെ സൈദ എന്താണെന്നറിയില്ല, പരീക്ഷ കാരണമാണെന്ന് തോന്നുന്നു. ആ കുട്ടിയും വന്നിട്ട് നോട്ട് എഴുതിയത് വിടാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. പരിചയമുള്ളതിനെ തന്നെ എല്ലാവരും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. പരിചയമുള്ളവരെ തന്നെ ആഡ് ചെയ്യാത്തത് അവരാരും എഴുതുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. മാം എന്നെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഇവിടുത്തെ സ്റ്റുഡൻസും കുറെ പേരുണ്ട്. അപ്പൊ എഴുതുന്ന ആൾക്കാർ എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ്. പുതിയ പഴയ ആൾക്കാരിലൊക്കെ ഞാൻ അന്ന് തന്നെ കയറ്റിയിട്ടുണ്ട് ഗ്രൂപ്പില്. സുപ്രഭ മാം എവിടെ പോയി ഇടയില്? ഉണ്ടായിരുന്നു സാർ. ഞാൻ കുറച്ചേ എഴുതിയിട്ടുള്ളൂ. ഞാൻ കൂടുതൽ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. എനിക്ക് ലിങ്ക് കിട്ടാതെയൊക്കെ. ലിങ്ക് കിട്ടിയില്ലെങ്കിൽ യൂട്യൂബിലുണ്ടല്ലോ, യൂട്യൂബിൽ പോയാൽ കിട്ടുമല്ലോ. യൂട്യൂബിലൊന്നും ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല സാറിന്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് കേട്ടായിരുന്നു. ഞാൻ ഇനി നോക്കിക്കോളാം. പിന്നെ ആദ്യത്തൊട്ടുള്ള ക്ലാസ്സുകൾ യൂട്യൂബിൽ ഉണ്ടെങ്കിൽ ഞാൻ നോക്കി പഠിച്ചോളാം. അതിനകത്ത് ഉണ്ടാവും 2 സെറ്റ് ഓഫ് ക്ലാസ്സസ് ഉണ്ടാവും. ഇപ്പൊ ഇതിനകത്ത് ആഡ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം കുറച്ച് എഴുതിയ നോട്ട്സ് ആക്കിയതാണ്. ഞാൻ ഇനി കറക്റ്റ് ആയിട്ട് എഴുതിക്കോളാം. അക്യുപഞ്ചർ പഠിച്ചവരാണോ? പഠിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ആദ്യത്തെ ക്ലാസ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാൻ സാറിൻ്റെത് ഒരു ഓർഡറിൽ കിട്ടണമല്ലോ. ഞാൻ അത് നോക്കി കുറെ പഠിച്ചോളാം. പഠിച്ചിട്ട്